സിനിമ തുടങ്ങുമ്പോൾ സ്ക്രീനിൽ ആദ്യം കാണുന്ന മുഖങ്ങൾ ഹീറോ, ഹീറോയിൻ, കോ ആക്ടേഴ്സ് അവരുടെയൊക്കെ അഭിനയമാണ്. പക്ഷേ ആ വിഷ്വൽസ് നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ലൈറ്റ്, ഫ്രെയിം, മൂഡ്, അത് മാത്രമല്ല ആ മാജിക് ഉണ്ടാക്കുന്നത് ആരാണ്? സിനിമറ്റോഗ്രാഫർ. വർഷങ്ങളോളം ഈ മേഖല പുരുഷന്മാരുടെ ലോകം മാത്രമായിരുന്നു. ഓസ്കാർ പോലുള്ള വലിയ വേദികളിലും അക്കാഡമി അവാർഡ്സിൽ പോലും ബെസ്റ്റ് സിനിമറ്റോഗ്രഫി എന്ന വിഭാഗത്തിൽ ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമാണ് നടക്കാതെ പോയത്. ഒരു സ്ത്രീക്ക് ആ പുരസ്കാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ 2026 ആ ചരിത്രം എഴുതപ്പെടുകയാണ്. ആ ചരിത്രം എഴുതിയത് ഓട്ടം ഡുറാൾഡ് അർക്കാപ്പോ എന്ന സ്ത്രീയാണ്. And the Oscar goes to Sinners. സിന്നേഴ്സ് എന്ന സിനിമയിലൂടെ അവർ ക്യാമറയിൽ പകർത്തിയത് വെറും ദൃശ്യങ്ങൾ മാത്രമല്ല, ഒരു പുതിയ വഴി കൂടിയായിരുന്നു. റയാൻ ക്ലൂഗർ നിർമ്മിച്ച് രചനയും സംവിധാനവും ഒരുക്കി 2025 പുറത്തിറങ്ങിയ അമേരിക്കൻ ചിത്രമാണ് സിന്നേഴ്സ്. ഒടുവിൽ ഓസ്കാറിന്റെ നീണ്ട ചരിത്രത്തിൽ ബെസ്റ്റ് സിനിമറ്റോഗ്രഫി നേടുന്ന ആദ്യ സ്ത്രീയായി ഓട്ടം ഡുറാൾഡ് അർക്കാപ്പോ മാറുകയാണ്. ഇതൊരു അവാർഡ് മാത്രമല്ല, വർഷങ്ങളായി അടഞ്ഞുകിടന്ന ഒരു വാതിൽ തുറന്ന ശബ്ദമാണ്. ഇത് സ്ത്രീകൾക്ക് പറ്റില്ല എന്ന ധാരണ തകർത്ത നിമിഷമാണ്. അവർ പറഞ്ഞ ഒരു ലളിതമായ വാക്കുണ്ട്, പക്ഷെ അതിന്റെ ശക്തി വലുതാണ് കേട്ടോ. സ്വപ്നം കാണുന്നവർക്ക് ജെൻഡർ ഒരു തടസ്സമല്ല. ഓസ്കാർ സ്റ്റേജിൽ നിന്നും ഇതുകൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ അവാർഡ് എനിക്ക് മാത്രമുള്ളതല്ല, സിനിമയിൽ പോരാടിയ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതാണ് എന്ന വാക്കുകൾ. ഈ വാക്കുകൾ ഒരു പ്രസംഗം മാത്രമായിരുന്നില്ല, ക്യാമറ കയ്യിൽ പിടിക്കാൻ പേടിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ധൈര്യം പകരുന്ന വാക്കുകൾ കൂടിയായിരുന്നു. നിനക്കിത് പറ്റില്ല എന്ന് കേട്ടവർക്ക് തിരിച്ചു പറയാനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ആ പ്രസംഗം. ഇന്ന് ഒരു സ്ത്രീ ക്യാമറയ്ക്ക് പിന്നിൽ നിന്നും ലോകം കാണുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതിലൂടെ ഓസ്കാറും നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പെൺകുട്ടി സ്വപ്നം കാണുമ്പോൾ ഇനി ആരും പറയരുത് ഇത് നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന്. കാരണം ചരിത്രം ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡ്രീംസ് ഹാവ് നോ ജെൻഡർ. സ്വപ്നങ്ങൾക്ക് ജെൻഡർ എന്നതില്ല.